ഞാൻ നിസാർ ബീഗം മമ്പാടാണ് വീട്. ഞാനിപ്പോൾ ആഷിയാന റാബിറ്റ് ഫാമിൽ നിന്ന് മുയൽ കൊണ്ടുവന്നിട്ട് 3 മാസത്തോളമായി. ഇന്നിപ്പോൾ മിഗ്ദാൽ സാറും ജാൻസി മേഡം, നൗഫൽ ഭായി, അതുപോലെ സുരേഷ് മേനൻ ഇവർ എൻ്റെ ഫാം കാണാൻ വേണ്ടി വന്നു. അപ്പോൾ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവരെനിക്ക് പറഞ്ഞു തന്നു, വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ. പിന്നെ കാര്യമായിട്ട് സാറ് പറഞ്ഞത് അടിയിലെ ഈ ഫ്ലക്സ് ഷീറ്റ് മാറ്റാനാണ്. അത് ഇപ്പോൾ കുറച്ചൊരു ക്ഷീണമായതുകൊണ്ട് ഞാൻ അത് മാറ്റണില്ല. ഇൻഷാ അല്ലാഹ് ഞാനത് മാറ്റും. വളരെ ഉഷാറായിട്ടത് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും അവർ ഈ തിരക്കിൻ്റെ ഇടയിലും നമ്മളെ ഈ ചെറിയൊരു യൂണിറ്റ് ഇതും കാണാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുള്ളൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ എന്ന ദൗത്യമായി നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് മമ്പാടുള്ള നിസാർ ബീഗം എന്നവരുടെ ഫാമിലാണ്. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. പാരന്റ് സ്റ്റോക്കൊക്കെ അത്യാവശ്യം ആരോഗ്യമുള്ള മുയലുകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മളെ സാധനമൊക്കെ കുറച്ച് ഫാമുകൾ കണ്ട പോലുള്ള ചെറിയൊരു ഫോൾട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് ഷീറ്റ് അടിയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അവരിപ്പോൾ അടുത്ത് തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് വേറെന്തോ പ്രശ്നങ്ങളായിട്ട് തൽക്കാലം നിർത്തിയിരിക്കാമെന്ന് പറഞ്ഞത്. അത് മാറ്റിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇപ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതായത് ഇപ്പോൾ ഈ മൂത്രം കാഷ്ടം ഇതുപോലെ കെട്ടി നിൽക്കുമ്പോൾ ചെറുതായിട്ടുള്ള രീതിയിൽ സ്മെല്ലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കോളനി കൂടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലുള്ള കോളനി കൂടുകളല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. ചെറിയ ചെറിയ കൂടുകളാണ് ഉണ്ടാക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഒരുമിച്ച് മുയൽക്കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ വളർച്ച എന്തായാലും കുറയും. അപ്പോൾ നമ്മൾ ഇവരെ സെപ്പറേറ്റ് ആക്കുക. 2 കൂടുതലാക്കി സെപ്പറേറ്റ് ആക്കിയിട്ട് 2 അല്ലെങ്കിൽ 3 മാക്സിമം 3 കുട്ടികൾ അതിൽ കൂടുതൽ ഇടരുത്. എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തൂക്കം നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ പറയുന്ന 3 മാസം കൊണ്ടുള്ള ഏകദേശം ഒരു 2 കിലോൻ്റെ അടുത്തുള്ള തൂക്കം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ അങ്കൽശ്ശേരി.